പ്രിയമുള്ള അധ്യക്ഷൻ അജീബ് ഉദനൂർ, രാധാകൃഷ്ണൻ സാർ, ശ്രീ രാജമോഹൻജി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളവും ഇത് ഒരു ചരിത്ര നിമിഷം തന്നെയാണ്. കൂടില്ലാ വീട് ഏറ്റെടുത്ത് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഗാന്ധിമിത്ര മണ്ഡലത്തിൻ്റെ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ജിയുമൊക്കെ പ്രസ് ക്ലബിനോട് പറഞ്ഞപ്പോൾ ഞങ്ങളത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ അതൊരു വൈകാരിക പ്രശ്നം തന്നെ ആയിരുന്നു. ആ വൈകാരിക പ്രശ്നത്തിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 തന്നെ പരിഹാരമുണ്ടാകേണ്ടതായിരുന്നു. കാരണം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഹാബിറ്റാറ്റ് ശങ്കർജിയെ കൊണ്ട് 21 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നല്ല ഭംഗിയുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ച് അന്നത്തെ സാംസ്കാരിക മന്ത്രി 25 ലക്ഷം രൂപ അനുവദിച്ചതുമാണ്, ബജറ്റിൽ പ്രഖ്യാപിച്ചതുമാണ്. പക്ഷേ കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾക്ക് ചില പ്രസ് ക്ലബ്ബുകളിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് നൽകുന്നത് അതിന് പിന്നാലെ നിർത്തിവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ തുക ഈ നിമിഷം വരെയും, രാജ്മോഹൻജിക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാമായിരിക്കുന്ന കാര്യമാണ്, ഈ നിമിഷം വരെയും ബജറ്റിൽ മന്ത്രി എ കെ ബാലൻ സാംസ്കാരിക മന്ത്രി ആയിരുന്നപ്പോൾ ഉള്ള ഘട്ടത്തിൽ അന്ന് ആ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്, അദ്ദേഹത്തിന്റെ വകുപ്പാണ് ആ തുക അനുവദിച്ചത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നെങ്കിൽ ഭംഗിയായി ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി പോവുക എന്നുള്ളത് സ്വദേശാഭിമാനിയോട് കാട്ടുന്ന ഒരു അനാദരവാകുമെന്നുള്ളത് കൊണ്ടാണ് ഒരവസരം വരാതിരിക്കില്ല എന്ന് ഞങ്ങൾ കരുതിയിരുന്നത്. ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. പല ആളുകളും ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് കണ്ട് അത് ചെയ്യാം എന്ന് സമ്മതിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. 1-2 പേർ അത് നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാം, പക്ഷെ പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല, 1-2 പേരുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ജി ശരിക്കും പറഞ്ഞാൽ സ്വദേശാഭിമാനിയുടെ ഈ സ്മാരകത്തിന് അർഹമായ ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ ഞങ്ങളെ സമീപിക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷം എന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെയും ഒരു വലിയ ആഗ്രഹമാണ് ഗാന്ധിമിത്ര മണ്ഡലത്തിലൂടെയും സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറത്തിലൂടെയും സഫലമാകുന്നത്. ഈ 3 കൂട്ടായ്മകൾക്കും ഒരുമിച്ച് നിന്ന് സ്വദേശാഭിമാനിയുടെ ജേർണലിസം പോരാട്ടം, അതൊരു വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന്റെ നന്ദി കുറിച്ച ഈ നെയ്യാറ്റിൻകരയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം, അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടത്താനാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് നെയ്യാറ്റിൻകരയുടെ സാമൂഹ്യ മണ്ഡലത്തിന്റെ പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്മോഹൻജിയൊക്കെ ചൂണ്ടിക്കാട്ടിയത് അതാണ്. അവർ നൽകിയിട്ടുള്ള വലിയ പിന്തുണ, മാനസിക പിന്തുണ. ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ അതെന്നെ ചെയ്തേനെ എന്ന് പറയുന്ന ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തിയോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ സ്വദേശാഭിമാനി സ്മാരകത്തിന്റെ കൂടില്ലാ വീടിന്റെ മുന്നോട്ടുള്ള ആ വലിയ പ്രയാണത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി തേടിക്കൊണ്ട് സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറത്തിനും ഗാന്ധിമിത്ര മണ്ഡലത്തിനും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഹൃദയംഗമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.